കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരമാണ് ഈ ദാരുണമായ സംഭവം പൊന്നാനി ബീച്ചിൽ നടക്കുന്നത്. ഫാത്തിമ എന്ന തൻ്റെ സ്വന്തം ഭാര്യയെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി ഭർത്താവായ മുഹമ്മദ് പൊന്നാനി ബീച്ചിൽ എത്തിച്ചു. അവിടെ വെച്ച് ദമ്പതികൾ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലാണ് മുഹമ്മദ് പെട്ടെന്ന് ഫാത്തിമയുടെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തുന്നത്. കൊടും ക്രൂരത നടക്കുമ്പോൾ ഇവരുടെ 4 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു. കൊലപാതകത്തിന് ശേഷം ഏകദേശം 3/4 മണിക്കൂറോളം കുഞ്ഞിനെ മടിയിൽ വെച്ച് മുഹമ്മദ് ഫാത്തിമയുടെ മൃതദേഹത്തിനരികിലിരുന്നു. സംശയത്തിൻ്റെ പേരിൽ സ്വന്തം ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ മുഹമ്മദ് മൃതദേഹം ബീച്ചിലെ മണലിൽ കുഴിച്ചു മൂടുകയായിരുന്നു. ഈ ക്രൂരകൃത്യം നടക്കുമ്പോൾ അവിടെ സാക്ഷിയായിരുന്നത് ഇരുവരുടെയും 4 മാസം മാത്രം പ്രായമുള്ള ആൺകുഞ്ഞായിരുന്നു. അമ്മയുടെ ജീവൻ പോകുന്നതറിയാതെ ആ തണുത്ത മരവിപ്പിൽ ആ കുഞ്ഞ് കരഞ്ഞു തളർന്നു കിടന്നു. കൊലപാതകത്തിനു ശേഷം ഏകദേശം 3/4 മണിക്കൂറോളം പ്രതി ഫാത്തിമയുടെ അരികിൽ ഇരുന്നു എന്നത് കേൾക്കുന്നവരുടെ ഉള്ളുലയ്ക്കുന്ന കാര്യമാണ്. വിശപ്പും തണുപ്പും സഹിച്ച് ആ മരിച്ചു കിടക്കുന്ന ഉമ്മയുടെ അരികിൽ ആ കുഞ്ഞ് എങ്ങനെ സുരക്ഷിതനായിരുന്നു? ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട് മുഹമ്മദിനുണ്ടായ ചില സംശയങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം. ഈ സംഭവം നടന്നതിന് ശേഷം വീട്ടിലെത്തിയ മുഹമ്മദ് ഫാത്തിമ സ്വന്തം വീട്ടിലേക്ക് പോയെന്നാണ് കള്ളം പറഞ്ഞത്. എന്നാൽ പിറ്റേന്ന് ഫാത്തിമയുടെ മൃതദേഹം കണ്ടെടുത്തപ്പോൾ ആ സമയം മുതൽ മുഹമ്മദിനെ കാണാനില്ലായിരുന്നു. പിന്നീട് പരപ്പനങ്ങാടിയിൽ നിന്നാണ് ഇയാൾ പിടിക്കപ്പെടുന്നത്. ഈയിടെ കേരളത്തിൽ ഒട്ടേറെ ദമ്പതിമാർക്ക് ഇതേ കാര്യം തന്നെ സംഭവിച്ചു കഴിഞ്ഞു. സംശയമെന്ന ഒരു രോഗത്താൽ തന്നെ സ്വന്തം ഭാര്യമാരെ കൊലപ്പെടുത്തുന്നു ഭർത്താക്കന്മാർ. ഇത് ഇപ്പോൾ ഇടയ്ക്കിടെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഫാത്തിമയുടെ ഉപ്പ സംസാരിച്ച വാക്കുകൾ കേട്ടവർ ആരും കരയാതിരിക്കില്ല. എൻ്റെ മോൾക്ക് 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞാണുള്ളത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. മകളുടെ ചേതനയറ്റ ശരീരം കാണേണ്ടി വന്ന ഒരു ഉപ്പയുടെ വേദന വാക്കുകൾക്ക് അപ്പുറമാണ്. തൻ്റെ മകളെ നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയ വേദന ഉമ്മയുടെ മുലപ്പാലിനായി കരയുന്ന ആ പിഞ്ചു പൈതലിനെ എങ്ങനെ സമാധാനിപ്പിക്കും എന്നോർത്താണ് ആ വൃദ്ധനായ പിതാവ് തളർന്നിരിക്കുന്നത്. ഒരു നിമിഷത്തെ ദേഷ്യമോ സംശയമോ തകർത്തെറിഞ്ഞത് ഒരു യുവതിയുടെ ജീവൻ മാത്രമല്ല, ഒരു പിതാവിൻ്റെ പ്രതീക്ഷകളും ഒരു കുഞ്ഞിൻ്റെ പച്ചയായ ജീവിതവുമാണ്. ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ ഫാത്തിമയുടെ ഉപ്പയുടെ നെഞ്ച് നീറുകയാണ്. ഇനിയുള്ള കാലം ആ കുഞ്ഞിൻ്റെ ഉമ്മയായും ഉപ്പയായും മാറാൻ ഈ പ്രായത്തിൽ തനിക്ക് കഴിയുമോ എന്നുള്ള നിരാശയും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. ഇടയ്ക്കിടെ പ്രശ്നങ്ങളുണ്ടാകും. ഫാത്തിമ തൻ്റെ വീട്ടിലേക്ക് പോകും. അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്ന മുഹമ്മദ് ഈ തവണ ചെയ്തത് സ്നേഹപരമായി തന്നെ സംസാരിച്ചിരിക്കെ ആ ഇടയിലേക്ക് പ്രയാസം കടന്നുവന്നു. ഒരു വേളയിൽ അയാൾക്ക് നിയന്ത്രണമില്ലാതെ തൻ്റെ സ്വന്തം ഭാര്യയെ തന്നെ ക്രൂരമായി കൊലപ്പെടുത്തിയപ്പോൾ ആ വേളയിൽ ആ മാതാവായ പെണ്ണ് ഇല്ലാതാകുന്ന സമയത്തും തൻ്റെ പൊന്നുമോൻ്റെ കാര്യമോർത്തായിരിക്കും ഏറ്റവും വേദനപ്പെട്ടത്.